പ്രണവസ്വരൂപ അകാര ഉകാര മകാരങ്ങൾ അത് വിടച്ച് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായിക്കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ പ്രത്യേകമായിക്കൊണ്ട് ഇതാ അവിടെ ഓരോ 17 ലോകത്തിൽ നിരക്കുന്ന ഒറ്റ ചൈതന്യം അതിനെ സഗുണ ഉപാസനയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അണീയാൻ മഹതോ മഹീയാൻ ഒരു സൂക്ഷ്മ അവസ്ഥയിൽ നിന്നും ഏറ്റവും വലിയ അവസ്ഥയിലേക്ക് ഉയരുന്നതായ അവസ്ഥ. അതത്രേ വാമന അവതാരം. ഒരു കുഞ്ഞു കുട്ടിയായിക്കൊണ്ട് മനുഷ്യൻ്റെ അഹങ്കാരം തീർക്കാൻ, ബലി എന്നുള്ളതായ ഒരു അഹങ്കാരത്തിൻ്റെ പ്രതീകമായ അഹങ്കാരത്തെ തീർക്കാനായിക്കൊണ്ട് 14 ലോകങ്ങളും നിറഞ്ഞ അതിൻ്റെ മുകളിൽ അത്യധിഷ്ഠാങ്കുലം അവിടെ കാരണജലത്തെ മഹാദേവൻ്റെ തലപ്പത്ത് മഹാദേവൻ്റെ തലയിലേക്ക് ഒഴുക്കിക്കൊണ്ട് അതിശക്തമായ ഒഴുക്ക്. അത് വന്നു കഴിഞ്ഞാലോ വെള്ളം ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് നമ്മളെ വൈദ്യുതി ഉണ്ടാക്കുന്നത് എന്തിൽ നിന്നാ? വെള്ളത്തിൽ നിന്നല്ലേ. അപ്പം അത്ര ശക്തിയോടുകൂടുന്ന ജലം വന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ നശിച്ചു പോകും. അപ്പോൾ മഹാദേവൻ കാരുണ്യം കൊണ്ട് തലപ്പത്ത് മഹാദേവൻ കാരുണ്യം കൊണ്ട് തലയിൽ അത് സ്വരൂപിച്ചു വെച്ചുകൊണ്ട് ഗംഗയായിക്കൊണ്ട് പിന്നീട് വടക്കോട്ട് ഒഴുക്കി. അതാണ് പറയുന്നത് ശിവക്ഷേത്രങ്ങളിൽ ഫുൾ പ്രദക്ഷിണം പാടില്ല എന്ന് പറയാൻ കാരണം. അപ്പോൾ അവിടെ ഗംഗയുടെ പ്രവാഹം പിന്നീട് കൈലാസത്തിലേക്ക് നമ്മളൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ശരീരം പണ്ടേ എഴുതി കൊടുത്തതാണ്. സേവാഭാരതി അടക്കം എല്ലാ ഏത് പാർട്ടികളുടെ അടക്കം റിപ്പോർട്ടുകൾ നമ്മൾ എഴുതി വെക്കണം. നമ്മുടെ മരണശേഷം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അംശം ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ചൂഴ്ന്നെടുക്കാൻ. അപ്പോൾ നമ്മളൊക്കെ തീരുമാനിച്ചിരിക്കുന്ന അങ്ങനെയാണ് കൈലാസത്തിലേക്ക് ഒരു യാത്ര. വാനപ്രസ്ഥം സന്യാസം, വാനപ്രസ്ഥത്തിൻ്റെ പകുതി ആയിക്കഴിഞ്ഞു. ഈ സമ്യക്ക് ന്യാസം സമർപ്പിക്കുക എന്നർത്ഥം. ഒരു സന്യാസത്തിലേക്കുള്ള യാത്ര ഞങ്ങൾ ഒരുപാട് പേര് എഴുതി കൊടുത്തതാണ്. അപ്പം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ എവിടെയാണോ കുഴഞ്ഞു വീണ് മരിക്കുന്നത്, എവിടെയാണോ ശരീരത്തിൻ്റെ ശ്വാസം നിലയ്ക്കുന്നത്, അവിടെ നിന്നും ശരീരത്തിൽ നിന്ന് ആവശ്യമുള്ളതായ വസ്തുക്കൾ ചൂഴ്ന്നെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, അപ്പോൾ അതിന് മുമ്പായിക്കൊണ്ട് തന്നെ ആ നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കാർക്ക് നമ്മളൊക്കെ എത്ര 3 വാളൻ ഇത് മതി ശരീരം നിലനിൽക്കാൻ. നല്ലോണം അധ്വാനിക്കുന്ന ഒരു ശരീരത്തിന് ബാക്കി കഴിക്കുന്നത് മുഴുവനും വേസ്റ്റാണ്. അപ്പോൾ ആ ഒരു അംശം നമ്മൾ നാളെ മറ്റന്നാളായിക്കൊണ്ട് ഒരുപാട് പേർക്ക് നമുക്ക് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. അതൊരു പരസ്യമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു മീഡിയയിലൂടെ അറിയിച്ചാൽ മാത്രമേ എന്ത് കിട്ടുന്നുള്ളൂ, അത് അറിയിപ്പാവുന്നുള്ളൂ എന്നർത്ഥം. അപ്പോൾ നമ്മുടെ പെരുമ്പാവൂരടുത്തുള്ള ബാലമന്ദിരം, അതുപോലെ തന്നെ ഉള്ളതായ ധാരാളം സ്ഥലങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ളതായ സകലവിധ അർഹതപ്പെട്ടവർക്ക് ആഹാരവും വസ്ത്രവും ഒരാഴ്ചത്തേക്കുള്ളതായ ആ കിറ്റും നമ്മൾ ഇന്ന് എത്തിക്കേണ്ടതുണ്ട്. ഇന്നും നാളെയായിട്ട് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണോ ഒരു സൂക്ഷ്മ സ്വരൂപമായി വളർന്നോളും രാവിലെ തഥാകർണ്യ അത് കേട്ടുകൊണ്ട് ഭഗവാനെ കൊടുക്കണോ എന്ന് ഒരു ഗുരുനാഥൻ നമ്മളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ ശുക്രമഹർഷി അവിടെ പറഞ്ഞപ്പോൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞതായ വിന്ധ്യാവലിയുടെ ചരിത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം സ്നേഹത്തിൻ്റെ പ്രതീകമായി കൊണ്ടുള്ളതായ വാമന അവതാരം. ചെറുതിൽ നിന്നും വലുതായി ഉയർന്നുകൊണ്ടുള്ള ഇതെല്ലാം ഒന്നാണ്. തലപ്പുഞ്ഞ മഹാദേവൻ ഒന്നാണ്, വായ്ക്കരക്കാവിലമ്മ ഒന്നാണ്, പിന്നെയോ രാമവർത്തനപ്പെടുന്ന ചോറ്റാനിക്കര ഭഗവതി ഒന്നാണ്, അതുപോലെ ഗുരുവായൂരപ്പൻ ഒന്നാണ്, കൈലാസവാസിയായ മഹാദേവൻ കുടുംബം ഉണ്ടാകുന്ന കുടുംബത്തോടുകൂടി വസിക്കുന്നതായ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നും 3000 വർഷത്തോളം പഴക്കമുള്ളതായ ക്ഷേത്രത്തിൽ ഒരു പാത്രത്തിൽ നിന്നും ദേവിക്കും പ്രാണാഹുതി കഴിക്കുന്നതായ ക്ഷേത്രം പഞ്ചാശി മണിമരാഭയകരം പൂഞ്ചായലർ ഗംഗയും തഞ്ചും സുന്ദരമൂർത്തിയായ സുന്ദരമായ കാരുണ്യവരാശിയായി അഞ്ചിക്കുഞ്ചരിശിക്കും അഗിരിജയ തന്നങ്ങമേറ്റും തലപ്പുഞ്ച ക്ഷേത്ര മഹേശം നൽകുവരം സത്യം ശിവം സുന്ദരം. സത്യം ശിവം സുന്ദരനായ നടരാജനിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് എന്നർത്ഥം. ക്ഷേത്ര കലകൾ എല്ലാ ദിവസവും ആൾക്കാർ കൂടുതൽ വരുന്നു, കൂത്തിന് കൂടുതൽ ആൾക്കാർ വരുന്നു, തിരുവാതിരയ്ക്ക് കൂടുതൽ ആൾക്കാർ കാണുന്നു, കഥകളിക്ക് ധാരാളം ഓഡിയൻസ് ധാരാളം കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു? മ്യൂക്രി ഉണ്ടായിരുന്നു, മോണാക്ടുണ്ടായിരുന്നു, പല പരിപാടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാലയ്ക്കും ആൾക്കാരുണ്ട്. അപ്പം ഇതിനൊരു പ്രത്യേകത നമുക്കറിയാം. സ്നേഹത്തിൻ്റെ പ്രതീകമായിക്കൊണ്ട് ക്ഷേത്ര കലകൾ, ക്ഷേത്രവിശ്വാസങ്ങൾ അതിലേക്ക് ആൾക്കാർക്ക് കൂടുതൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ധാർമ്മികമായ ആവാസ വ്യവസ്ഥകളെ നിലനിർത്തിക്കൊണ്ട് ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നതായ അപൂർവ ക്ഷേത്രമാകുമ്പോൾ ഇവിടെ എല്ലാം ഉണ്ട് എന്നർത്ഥം. ഒരു പണ്ടപ്പരപ്പും പരാതിയും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ 3 പ്രദക്ഷിണം വെച്ച് തൊഴുത് തീർത്ഥവും പ്രസാദവും മലനേദ്യവും സ്വീകരിച്ച് പോകുമ്പോൾ ഇവിടെ ഭഗവാൻ അനുഗ്രഹിക്കും. വിദ്യാഭ്യാസം വേണ്ടവർക്ക് വിദ്യാഭ്യാസം, കല്യാണം നടക്കാത്തവർക്ക് കല്യാണം, അതുപോലെ ജോലി കിട്ടാത്തവർക്ക് ജോലി. ഇനിയിപ്പോൾ ജോലി കിട്ടി, അതിനും ഉയർന്ന ജോലി കിട്ടണോ, മഹാദേവൻ തരാൻ തയ്യാറാണ്. ഇവിടെ വന്ന് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വലിപ്പവും ആൾക്കാരുടെ തിരക്കും അല്ല പ്രധാനം, വരുന്നവൻ്റെ ഡെഡിക്കേഷനും വരുന്നവന് കിട്ടുന്ന പ്രയോജനവുമാണ്. 10,000-കണക്കിന് ആൾക്കാർ വരുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ കുളിക്കലുമില്ല, അവിടെ കാലുമുഖങ്ങളില്ല, ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചു, ക്യൂ നിന്ന്
ചിലപ്പോൾ നമുക്കറിയാം ശരീരത്തിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് വികാരങ്ങളാണോ, ഒന്ന് പുറത്തേക്കുള്ളതായ മലാദി മൂത്രാദികളുടെയൊക്കെ അതിനെയും പിടിച്ചു നിർത്തിക്കൊണ്ട് ചിലപ്പോൾ തൊഴിയേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പാട് എന്തിനാണ്? തൊട്ടടുത്ത ക്ഷേത്രത്തെ അമ്മയ്ക്ക് വെള്ളം കൊടുക്കാതെ അമ്മായിയമ്മയ്ക്ക് വെള്ളം കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്നർത്ഥം. നാലമ്പല ക്ഷേത്രം വേണം, എല്ലാ ക്ഷേത്ര ദർശനവും വേണം. ആദ്യം വേണ്ടത് തൊട്ട് അടുത്ത ക്ഷേത്രത്തിൽ തൊഴുത് പ്രസാദം മേടിക്കുക. അതിനെന്തിനു വേണം? അതിന് ആ ക്ഷേത്ര ചൈതന്യത്തിൻ്റെ അനുഗ്രഹം വേണം. ഞാനാണെങ്കിൽ പോലും പുണ്യാറ്റ് മഹാദേവനെ കുളിച്ച് തൊഴുതിട്ടാണ് വരാറ്. നട തുറന്നിട്ടില്ല തൊഴുത്. ചില ദിവസം നമ്മളവിടെ നമസ്കരിക്കാൻ മറക്കും. നമുക്ക് അവിടെ കുളത്തിൽ കുളിച്ച് കയറി കഴിഞ്ഞപ്പോൾ ഭദ്രകാളി ദേവിയുടെ നടയിലേക്കും കൂടെ പ്രാർത്ഥിച്ചിട്ടാണ് ഇന്നും വരാൻ പറ്റിയത്. ചില ദിവസം മഹാദേവനെ സമ്മതിക്കില്ല. അപ്പം അന്ന് എനിക്ക് അതിൻ്റെ പുണ്യമില്ല. അപ്പം ധാരാളം വൈറലായിട്ടുള്ളതായ ധാരാളം യൂട്യൂബ് ചാനലുകൾ ഇതെല്ലാം ഉണ്ട്. ആ ഒരു അതിൽ കാണുന്നതായ ഫേസ്ബുക്ക് കഥകളടക്കം, അത് കാണുന്നതായ എൻ്റെ കുടുംബത്തിലടക്കം ഞാൻ പറയുന്നത്, അത് കാണുന്നതായ ഒരു 10 മിനിറ്റ് സമയം അതിനെ മാറ്റിവെച്ചാൽ ക്ഷേത്രത്തിൽ പ്രദക്ഷിണീകൃത്യ ശരീരത്തിലെ വേർപ്പ് മുളിഞ്ഞുമോളിൽ പ്രദക്ഷിണം സദാത് തായത് ഇത് ക്ഷേത്ര യാനി യാനിജ പാപാനി ജന്മാന്തര കൃതാനിജ താനിതാനി വിരശന്തി പ്രദക്ഷിണ പദേ പദേ. ഓരോ പ്രദക്ഷിണ പദത്തിലും പാപങ്ങൾ നശിക്കുന്നു. എങ്ങനെയാണ് പ്രദക്ഷിണം വെക്കേണ്ടത്? ഒരു പരിപൂർണ ഗർഭിണിയായ ഒരു സ്ത്രീ തലയിൽ എണ്ണ വെച്ചിരിക്കുന്നു, അത് നിറച്ച എണ്ണയുണ്ട്. ആ എണ്ണ തൂവാനും പാടില്ല, ഗർഭം എന്തുണ്ടാവാൻ പാടില്ല, കുട്ടി ഉണ്ടാവാൻ പാടില്ല. അത്രയേറെ ശ്രദ്ധയോട് ഓടിച്ചെന്ന് എല്ലാ ക്ഷേത്രത്തിലുണ്ട്. ആദ്യം ചുറ്റമ്പലത്തിലെടുത്ത് ഉപദേവന്മാരെ പ്രീതിപ്പെടുത്തി, പിന്നീട് ഉപദേവന്മാരുടെ ഓരോ നടയിലും തൊഴുത്, പിന്നീട് രാജാവായ മഹാദേവൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ ഭദ്രകാളിയുടെ അല്ലെങ്കിൽ ഏത് ചൈതന്യമാണെങ്കിലും വേണ്ടില്ല, ആ ചൈതന്യത്തിലേക്ക് ഉപദേവന്മാരെ തൊഴുത്, അതാണ് ശിഷ്യന്മാരെ ആദ്യം തൊഴണം, പിന്നീട് അവരുടെ ദാസ്തന്മാരെ തൊഴണം, പിന്നീട് അതിലും കുറച്ചുകൂടെ ചൈതന്യമുള്ളതായ അവരുടെ കാവൽക്കാരെ തൊഴണം. അങ്ങനെയുള്ള രാജാവിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. അല്ലാണ്ട് ഓടിച്ചെന്ന് രാജാവിൻ്റെ അടുത്തേക്ക് അതിന് ചില നിയമങ്ങളുണ്ട്. അപ്പോൾ തടയപ്പെട്ടാലും നമുക്കറിയാം അവിടെ ഹിരണ്യകശിപുവിനുമൊക്കെ പറ്റി അവിടെ ഭഗവാന്റെ ദാസന്മാരായിരുന്ന 2 പേര് അവിടെ സനകാദി മഹർഷിമാരതാ ഒരു കുഞ്ഞുകുട്ടികൾ ആകാശമാണ് വസ്ത്രം, അവർക്ക് വസ്ത്രം എടുക്കാതെ സ്വീകരിച്ചപ്പോൾ കയറയിരുന്നും പറഞ്ഞപ്പോൾ അവിടെ ശപിച്ചു. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ട് വന്നെങ്കിൽ മോക്ഷം കിട്ടിയെങ്കിൽ ചിലപ്പോൾ ഈശ്വരനോട് എതിർക്കുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഭാഗ്യം കിട്ടുന്നവർക്കും. കൈക്കൂലികൾ അതുപോലെ അനാവശ്യമായ രീതിയിലുള്ള മാർഗങ്ങളിലൂടെ ഓരോ സ്ഥാനങ്ങൾ നേരുന്നവർക്ക് കിട്ടുന്ന അടി, അത് സംശയമൊന്നുമില്ല. അത് അപ്പം തന്നെ 21 ദിവസത്തിനകം അപ്പം തന്നെ കിട്ടും. പക്ഷേ സൽക്കർമ്മങ്ങൾ ചെയ്താൽ 21 ദിവസം ചിലപ്പോൾ അല്ല 41, ചിലപ്പോൾ 1 വർഷമോ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ശൂലം എടുപ്പിക്കാതിരിക്കാൻ, തൃക്കണ്ണ് തുറപ്പിക്കാതിരിക്കാൻ എല്ലാവരും അടക്കം, നാട്ടുകാരടക്കം, അതുപോലെ തന്നെ ദേവസ്വം ബോർഡടക്കം, നമ്മളടക്കം, ഞാനടക്കം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ പുനരുദ്ധാരണങ്ങൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിലുള്ളതായ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരുന്നു. ഒരു നാണയം മതി, ഒരു കൂവളത്തില, ഒരു വെള്ളപ്പൂവ്, തുമ്പയും കൊന്നയും ചൂടുമീശൻ പദ പങ്കജം ചേർന്നു നീ നാടുവാമ്പ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പാടിയെങ്കിൽ ഒരു പൂവ്, ഒരു തുമ്പപ്പൂവ്, ഒരു വെള്ളപ്പൂവ്, ഒരു കൂവളത്തില, ഏകബില്ലും ശിവാർപ്പണം. അഭിഷേകപ്രിയോ രുദ്ര, അലങ്കാരപ്രിയോ വിഷ്ണു. അപ്പോൾ അഭിഷേകപ്രിയാണ് മഹാദേവന് ഒരുപാട് വിളക്ക് കത്തിക്കലോ അല്ലെങ്കിൽ ഇതല്ല ആവശ്യം, തണുപ്പാണ് ആവശ്യം എപ്പോഴും. അതാണ് ആറ്റോമിക് റിയാക്ടർ. നമുക്കറിയാം മഹാദേവൻ്റെ ആകൃതിയിൽ തന്നെ ശിവലിംഗത്തിൻ്റെ ആകൃതിയിലാണ്, അതെപ്പോഴും തണുപ്പിച്ചുകൊണ്ടിരിക്കണം. അത് തണുപ്പിച്ചില്ലല്ലോ ഒരു ആറ്റോമിക് റിയാക്ടർ പൊട്ടിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഉണ്ടാവില്ല എന്നർത്ഥം. ഇനിയോ നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിൽ എറണാകുളത്തുള്ളതായ മഹാദേവൻ കണ്ണു തുറന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. അവിടെ ഉള്ളതായ എറണാകുളത്തുള്ള ഒരു തുണിക്കട ഉണ്ടാവില്ല, ഒരു കടകളും ഉണ്ടാവില്ല, കത്തി നശിക്കും. അത് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. താരാതാരങ്ങൾ ഓരോ ഉൽക്കകൾ നടക്കുന്നു, ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു, സൂര്യഭഗവാൻ അവിടെ തന്നെ നിൽക്കുന്നു. 12ഓളം ഉള്ളതായ ഭാഗവതം പറയുന്നതായ 12ഓളം സൗരയൂഥം, ഒരു സൗരയൂഥത്തിൽ ഇരുന്ന് നമ്മൾ എന്തിനു അഹങ്കരിക്കണം? ആ സൗരയൂഥത്തിലുള്ളതായ എന്തെങ്കിലും കൂട്ടിമുട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ. വണ്ടികൾ നമുക്ക് കൂട്ടിമുട്ടുണ്ട്, അപകടം ഉണ്ടാവുന്നുണ്ട്, നമുക്കൊക്കെ പറ്റില്ല. എനിക്ക് ഒരുപാട് അപകടം പറ്റിയതാണ്. അപ്പോൾ അത് തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാനുള്ളതായ അതിൻ്റെ കൃത്യസഞ്ചാരപഥം അത് തലപ്പുഞ്ഞ മഹാദേവൻ്റെ ഒറ്റ ഓർഡറാണ്. നീ ഇന്ന രീതിയിൽ സഞ്ചരിക്കൂ, നീ ഇത്ര കാലം ഗ്രഹമായിട്ട് നിലനിൽക്കൂ. അപ്പോൾ ഇതിനൊക്കെ ഉപരിയായി, ഗ്രഹങ്ങൾക്ക് ഉപരിയായി, ദാസന്മാർക്ക് ഉപരിയായി ഒരൊറ്റ ചൈതന്യം ജഗതപിതൃവന്ദേ പാർവതി പരമേശ്വരു. ആ പാർവതി പരമേശ്വരന്മാർ അനുഗ്രഹിക്കുമ്പോൾ ഇന്നും നാളെയും
ഒരു നാണയമാണെങ്കിലും ഈ നമ്പറിലേക്ക് 9605139916 എന്നുള്ള നമ്പറിലേക്ക് എത്തിച്ചാൽ അർഹതപ്പെട്ടവർക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കും. അവർക്കും ഓണം ഉണ്ട്, ഓണം ഉണ്ണണം. നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ.